ഇസ്രയേലിന്റെ ഭീഷണികളെ വകവെക്കാതെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനിയെ ഒരു നോക്ക് കാണാൻ ഇറാനിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞങ്ങളാണ് ഇറാന്റെ യഥാർത്ഥ മിസൈലുകൾ എന്നെഴുതിയ ബാനറുകൾ ഇവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വിലാപയാത്രയിൽ ഉടനീളം തന്നെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഖുമൈനിയുടെ മൃതദേഹം ആ പെട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടോ എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. അവിടെ ശീതീകരിച്ച പ്രത്യേകം തയ്യാറാക്കിയ പെട്ടിക്കുള്ളിലാണ് ഇവിടെ ഖൊമേനിയെ കിടത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഖൊമേനിയുടെ ശരീരം ഈ പെട്ടിക്കുള്ളിൽ ഇല്ല എന്ന നിഗമനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തിക്കാട്ടുന്നത്. ഇറാനികൾ എല്ലാം തന്നെ ഒരേ സമയത്ത് കൊണ്ട് അതായത് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇറാനികളെ എല്ലാവരെയും ഒരേ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നത് ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. മാത്രമല്ല, വധിക്കപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ വിലാപയാത്രയുടെ 4ാം ദിവസവും തലസ്ഥാനമായ ടെഹ്റാനിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേലിനുമെതിരെ കടുത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് കടുത്ത ചൂടിനെ അവഗണിച്ചും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനസമൂഹം ടെഹ്റാനിലെ ആസാദി സ്ട്രീറ്റിലേക്ക് ഒഴുകിയെത്തുകയുമാണ് ചെയ്യുന്നത്. അതേസമയം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ഞങ്ങൾ ജനങ്ങളാണ് ഇറാന്റെ യഥാർത്ഥ മിസൈലുകൾ. ഇങ്ങനെ എഴുതിയ ബാനറുകൾ വിലാപയാത്രയിൽ ഉടനീളം തന്നെ ദൃശ്യമായിരിക്കുകയാണ്. വൻ ശക്തി രാജ്യങ്ങളുടെ ഭീഷണികൾക്ക് മുന്നിൽ തന്നെ ഇറാൻ അവിടെ അതിജീവനത്തിന്റെ അഭിമാനവും ദേശസ്നേഹവും പ്രകടിപ്പിക്കാനുള്ള വേദിയായാണ് പലരും ഈ ഒരു ഒത്തുചേരലിനെ കണക്കാക്കുന്നത്. ഖൊമേനിയുടെ വിയോഗത്തിൽ തന്നെ രാജ്യം അതീവ ദുഃഖത്തിലാണ് എങ്കിൽ പോലും ഈ ഒത്തുചേരൽ തങ്ങൾക്ക് പുതിയ ഐക്യവും ശക്തിയും നൽകുന്നതായി തന്നെ വിലാപയാത്രയിൽ പങ്കെടുത്തവർ പ്രതികരിക്കുന്നുണ്ട്. പാശ്ചാത്യ ശക്തികൾക്കെതിരെ തന്നെ ശക്തമായ തിരിച്ചടി നൽകണമെന്നും ഇറാൻ സ്വന്തമായി തന്നെ ആണവായുധം നിർമ്മിക്കണമെന്നുമുള്ള ആവശ്യങ്ങളും റാലിയിൽ ഉയരുന്നുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക വിലാപ ചടങ്ങുകൾ പ്രമാണിച്ചുകൊണ്ട് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് അതായത് ഈ ഒരു പ്രശ്നങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഹോർമുസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരികയാണ്. അതായത് വീണ്ടും ഒരു യുദ്ധഭീഷണിയാണോ ഇവിടെ മുഴക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആകട്ടെ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടാണ് സൂചന പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കടലിടുക്കിലൂടെ സഞ്ചരിച്ച വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ്. ഒമാൻ തീരത്തെ ലിമാഹിഡ് സമീപം തന്നെ സഞ്ചരിച്ച ഓയിൽ ടാങ്കിന് അജ്ഞാത വസ്തു പതിച്ചതിനെ തുടർന്നുകൊണ്ട് തീപിടിച്ചതായി തന്നെ ബ്രിട്ടീഷ് മാരിടൈം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ 2 കപ്പലുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇവിടെ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ആ ഒരു ടാങ്കിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ നാവികസേനയുടെ പിന്തുണയോടുകൂടി തന്നെ ഒമാൻ വഴി പോകാൻ ശ്രമിച്ച ഓയിൽ ടാങ്കിന് നേരെയാണ് അവിടെ നടപടി ഉണ്ടായതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ RBI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.